ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ബിസിനസ് വേൾഡിൽ കൊളാബറേഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണോ? അതെ, അതായത് കൊളാബറേഷൻ എന്ന് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെൻ്റൽ പ്രിപ്പറേഷൻസ് വേണം. എന്താണ് പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻസ് വേണ്ടത്? ഒന്ന്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ സ്ട്രെങ്ത്, അവരുടെ ഫോക്കസ് ഏരിയ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സ്ഥാപനത്തിലാണ്, ഏത് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ഒരു കോമൺ പർപ്പസ് എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, അത് ഒരു ഗ്രൂപ്പിലെ ആളുകളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് നേടുന്ന ഒരു സിസ്റ്റമാണ് കൊളാബറേഷൻ. അത് ടീം വർക്കുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ടീം വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് ഗ്രൂപ്പിൽ കൺഫൈൻ ചെയ്യുന്നതാണ് ടീം വർക്ക്. കൊളാബറേഷൻ എന്ന് വെച്ചാൽ വി ഹാവ് ടു ബ്രേക്ക് ദ ബാരിയേഴ്സ് ആൻഡ് മൂവ് ഫോർവേഡ്. എന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഒരുപാട് ഓർഗനൈസേഷൻസ് ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊളാബറേഷൻ ഡെവലപ്പ് ചെയ്യാനാണ്. പല ബ്രാൻഡ്സും പുറത്ത് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്ന പല ബ്രാൻഡും പുറത്തുള്ള മാർക്കറ്റിൽ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്.